ഗൂഡല്ലൂരിൽ നിന്ന് കോഴിക്കോട്ടെ സ്കൂളിലേക്ക് പുറപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായെന്ന് പരാതി. ഈങ്ങാപ്പുഴ കാലിഫ് CBSE സ്കൂളിലെ അഖിൽ അസ്ലാനെയാണ് കാണാതായത്. രാഹുൽ സുരേഷ് നൽകും കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, എപ്പോഴാണ് ഈ കുട്ടിയെ കാണാതായത്? സമയം എന്താണ്? എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ട്? ഈ അന്വേഷണം ഇപ്പോൾ എങ്ങനെ, ഏത് വഴിക്ക് നടക്കുന്നു? പ്രജി, ഗൂഡല്ലൂർ സ്വദേശിയായ 15 വയസ്സുകാരനെ ഇന്നലെ മുതലാണ് കോഴിക്കോട് നിന്നും കാണാതാവുന്നത്. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഗൂഡല്ലൂരാണ് താമസിക്കുന്നത്. പക്ഷേ കുട്ടി പഠിക്കുന്നത് കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഖാലിഫ് CBSE സ്കൂളിലാണ്. ഇന്നലെ പെരുന്നാൾ ആഘോഷത്തിന് ശേഷം ഇന്നലെയാണ് സ്കൂളിലേക്ക് കുട്ടി പുറപ്പെടുന്നത്. പക്ഷേ സ്കൂളിൽ എത്തിയില്ല എന്നുള്ള വിവരം സ്കൂൾ അധികൃതർ മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് മാതാപിതാക്കൾ കോഴിക്കോട് നടക്കാവ് പോലീസിൽ പരാതി നൽകുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇന്നലെ രാത്രി 10:10 കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം കുട്ടി നിൽക്കുന്നതായുള്ള CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എവിടേക്ക് പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കുട്ടിയുടെ മൊബൈൽ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ആയ ഒരു നിലയിൽ കൂടിയാണ്. അതുകൊണ്ട് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും നടക്കാവ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ക്രീനിലും ഈ കുട്ടിയുടെ ഫോട്ടോയും അതോടൊപ്പം കുട്ടി KSRTC ബസ് സ്റ്റാൻഡിന് സമീപം എത്തിയ ദൃശ്യങ്ങളും കാണുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കാവ് പോലീസിനെ അറിയിക്കണമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകുന്ന വിവരം. പ്രജീൻ, ശരി. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്ത പങ്കുവച്ചത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഗൂഡല്ലൂരിൽ നിന്നും കോഴിക്കോട്ടെ സ്കൂളിലേക്ക് പുറപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കാണാതായിരിക്കുന്നത്. ഈങ്ങാപ്പുഴ കാലിഫ് CBSE സ്കൂളിൽ പഠിക്കുന്ന അഖിൽ അസ്ലാൻ ആണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന കാര്യം അന്വേഷിച്ചു വരികയാണ്. കയ്യിലുള്ള മൊബൈൽ ഫോൺ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് എന്ന നിലയിലാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യം KSRTC കോഴിക്കോട് ബസ് സ്റ്റാൻഡിലുള്ള ദൃശ്യമാണ്. അവിടെ വെച്ചാണ് പിന്നീട് യാതൊരു വിവരവുമില്ലാത്ത രീതിയിലേക്ക് അസ്ലാൻ മാറിയത്. ഇതാണ് അവസാനം നമുക്ക് ലഭിച്ചിട്ടിരിക്കുന്ന വിഷ്വൽസ്.